ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും നിയമസഭാ ഇലക്ഷനുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ആര് വിജയിക്കും? ഹരിയാനയിലെ കുരുക്ഷേത്രത്തിൽ ആര് വിജയിക്കും? മോദി വിജയിക്കുമോ അതോ രാഹുൽ ഗാന്ധി വിജയിക്കുമോ? പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഇലക്ഷനാണ് ഇപ്പോൾ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷൻ വളരെ ശ്രദ്ധാപൂർവം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനുകളെയും ഇതിൻ്റെ റിസൾട്ടുകൾ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഹരിയാനയിൽ മൊത്തം 90 സീറ്റുകളാണുള്ളത്. 46 സീറ്റുകൾ നേടുന്ന പാർട്ടിക്ക് ഹരിയാനയിൽ അധികാരത്തിൽ വരാൻ കഴിയും. കഴിഞ്ഞ 2 ടേമുകളിലായി 10 കൊല്ലമായി ഹരിയാനയിൽ BJP ആണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ അവിടെ ശക്തമായ ഒരു പോരാട്ടമാണ് BJPയും കോൺഗ്രസും തമ്മിൽ നടക്കുന്നത്. അവിടെ എൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച്, അതായത് ഇപ്പോൾ അവിടെ ഹരിയാനയിൽ നമുക്കറിയാം അഗ്നിവീർ, അതേപോലെ കാർഷിക സമരം, അതേപോലെ ഗുസ്തി താരങ്ങളുടെ സമരം ഒക്കെ നടന്നിട്ടുള്ളത് ഹരിയാനയിലാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവിടെ മൊത്തം 10 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞതിൻ്റെ അങ്ങേ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവിടെ 10ൽ 10 സീറ്റുകളും BJP ആണ് നേടിയതെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവിടെ BJPക്ക് 5 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. 5 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടി. ഇത്തവണത്തെ ഇലക്ഷനിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. BJPക്ക് ശക്തമായ സ്വാധീനം ഹരിയാനയിലുണ്ട്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അടിത്തട്ടിൽ വളരെ ദുർബലമാണ്. എങ്കിലും ഇലക്ഷൻ ശക്തമായ പോരാട്ടം അവിടെ നടന്നിരിക്കുകയാണ്. അവിടുത്തെ ഇലക്ഷൻ്റെ റിസൾട്ടുകൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് ഒരു 56 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നണി വിജയിക്കാൻ സാധ്യതയുണ്ട്. BJPക്ക് 27 സീറ്റുകൾ കിട്ടാനുള്ള ചാൻസുമുണ്ട്. ബാക്കി സീറ്റുകൾ മറ്റുള്ളവർക്ക് കിട്ടാം. ജമ്മു കാശ്മീരിൽ നമുക്കറിയാം 10 കൊല്ലത്തിന് ശേഷം 10-12 കൊല്ലത്തിന് ശേഷമായിട്ടാണ് അവിടെ ഒരു നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത്. അവിടെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ ജമ്മു കാശ്മീരിലെ പല മണ്ഡലങ്ങളിലും ചതുഷ്കോണ മത്സരം നടക്കുന്നുണ്ട്. BJP, ഇന്ത്യ മുന്നണി, അതേപോലെ PDP, ചിലയിടത്ത് ചില മറ്റ് പാർട്ടികൾ, അവിടുത്തെ പ്രാദേശിക പാർട്ടികൾക്ക് ശക്തമായ സ്വാധീനമുണ്ട്. നമുക്കറിയാം മെഹബൂബ മുഫ്തിയുടെ PDP മുമ്പ് അവിടെ ജമ്മു കാശ്മീർ ഭരിച്ച പാർട്ടിയാണ്. അവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നത് കോൺഗ്രസും നാഷണൽ കോൺഫറൻസുമാണ്. ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. BJP തന്നെ മത്സരിക്കുന്നു, PDP തന്നെ മത്സരിക്കുന്നു, ഇപ്പുറത്ത് പല ലോക്കൽ പാർട്ടികൾ മത്സരിക്കുന്നു. അവിടെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ ഒരു തൂക്ക മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അവിടെ ഇന്ത്യ മുന്നണിക്ക് ചെറിയ സാധ്യതയുണ്ട്. എങ്കിലും BJP ശക്തമായ മുന്നേറ്റം നടത്തും. മെഹബൂബ മുഫ്തിയുടെ PDP ആർക്ക് പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ജമ്മു കാശ്മീരിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അവർ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്കാണ് പിന്തുണ കൊടുക്കുന്നതെങ്കിൽ ഇന്ത്യ മുന്നണി അവിടെ ഭരിക്കും. അതല്ല BJPക്കാണ് പിന്തുണ കൊടുക്കുന്നതെങ്കിൽ BJP ആയിരിക്കും ജമ്മു കാശ്മീർ ഭരിക്കുന്നത്. പക്ഷേ നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് PDP ഒരിക്കലും BJPയെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയില്ല. അവർ ജമ്മു കാശ്മീരിൻ്റെ പുറത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ജമ്മു കാശ്മീരിൽ പക്ഷേ അവർ അലയൻസ് ആയിട്ടല്ല മത്സരിക്കുന്നത്. BJPയെ പിന്തുണയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അറിയില്ല എങ്കിലും, കാരണം BDP ഇപ്പോൾ വളരെ ദുർബലമാണ് ജമ്മു കാശ്മീരിൽ. അതിന് കാരണക്കാർ അവിടുത്തെ BJP ആണ്. പിന്നെ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി ഇനി BJPയെ വിലപേശൽ നടത്തുമ്പോൾ ശക്തമായ ഒരു നേട്ടം PDPക്ക് കിട്ടിയാൽ അവർ BJPയുടെ ഭാഗമായിട്ട് അവിടെ BJP സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിൻ്റെ സഖ്യത്തിലുള്ള ഇന്ത്യ മുന്നണിക്കും അവിടെ സാധ്യതകളുണ്ട്. എന്തുവായാലും ഒക്ടോബർ 8 വരെ കാത്തിരിക്കേണ്ടി വരും. ഹരിയാനയിൽ ഈ ഒരു മത്സരം, ഈ രണ്ടിടത്തും BJP ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPക്ക് വളരെ ആത്മവിശ്വാസം. അതല്ല ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ വരുന്ന നിയമസഭാ ഇലക്ഷനുകളിൽ ശക്തമായ പോരാട്ടം നടത്തും. അതുപോലെ തന്നെ ഭരണമുന്നണിക്ക് ഒരു ശക്തമായ തിരിച്ചടി കൊടുക്കാനും ഈ 2 ഇലക്ഷനുകൾക്കും കഴിയും എന്നുള്ളതാണ്. ഇത് രണ്ടും കാത്തിരിക്കാം. ഒക്ടോബർ 8 വരെ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ.